ഇപ്പോൾ ആംബുലൻസ് അസോസിയേഷനിൽ നിന്ന് ശ്രീ ജലീൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജലീൽ, തൃശ്ശൂരിലാണ് ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട ആംബുലൻസിൽ അതിന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വഴിയൊരുക്കിയ ഒരു സംഭവം. അത് വലിയ രീതിയിൽ തന്നെ വൈറലായിരുന്നതാണ്. ഇപ്പോൾ ഇതാ അന്വേഷണത്തിനൊടുവിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ ആംബുലൻസിൽ അപ്പോൾ രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ നിലവിൽ ആംബുലൻസ് ഡ്രൈവർക്ക് 250 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. വളരെ രീതിയിൽ വൈറലായിരുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം തന്നെ വളരെ രീതിയിൽ പോലീസ് ഓഫീസറെ അഭിനന്ദിക്കുകയടക്കം ചെയ്തിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് അതിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം. എത്ര വലിയ ചതിയായിരുന്നു ആ ആംബുലൻസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി തവണ ഇങ്ങനത്തെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം ആംബുലൻസ് ഇങ്ങനെ അലേർട്ടൊക്കെ നൽകി പോകും, പക്ഷെ പലപ്പോഴും അതിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്ന് പലപ്പോഴും ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം തന്നെയാണ്. എങ്ങനെയാണ് ഈ ആംബുലൻസ് അസോസിയേഷൻ അടക്കം ഈ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത്? നമസ്കാരം. ഞാൻ അല്പം മുമ്പ് തന്നെയാണ് ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നമ്മുടെ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാവരുമായിട്ട് എടുത്തുള്ള അടിയന്തര തീരുമാനമാണ്. എത്രയും വേഗം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നടപടി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ഈ പറയുന്ന വണ്ടിയുടെ പെർമിറ്റും റദ്ദാക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഈ പറയുന്ന അപർണ ലവകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ആദരവ് നൽകുന്നതിന് വേണ്ടി നമ്മളെല്ലാം റെഡിയാക്കിയതാണ്. പക്ഷെ അവർക്ക് പെർമിഷൻ കിട്ടാത്തത് കാരണം വന്നില്ല. അത്രമേൽ അവരുടെ ജോലിയെയും അവരുടെ ആ ഒരു പ്രയത്നത്തെയും അവഹേളിക്കുന്ന തരത്തിലാണ് യഥാർത്ഥം പറഞ്ഞാൽ ഈ ആംബുലൻസ് പിടിച്ച ആള് കാണിച്ചിരിക്കുന്നത്. അപ്പം അത് എന്തു തന്നെ ആയാലും അദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് അസോസിയേഷന്റെ തീരുമാനം. ഇപ്പോൾ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു നടപടി കാരണം എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഒരു നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. നാണക്കേട് ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ, അതായത് ഇനിയിപ്പം ഈ ഒരു കാരണത്താൽ മറ്റുള്ള സത്യസന്ധമായിട്ട് സർവീസ് നടത്തുന്ന ഒരുപാട് പേരെ ഇനിയിപ്പം മോട്ടോർ വാഹന വകുപ്പ് പിന്തുടർന്ന് പിടികൂടുന്ന ഒരു പ്രവണതയിലേക്ക് വരും. അത് പിന്നെ ചിലപ്പോൾ രോഗികളെ കൊണ്ട് പോകുമ്പോൾ പോലും അത് സംശയങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ആളുകൾക്കൊക്കെ തന്നെ, പൊതുജനങ്ങളൊക്കെ തന്നെ എത്രത്തോളം സഹകരിക്കുന്നതാണ്. അവരൊക്കെ തന്നെ ഈ ഒരു വാർത്ത അറിയുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലെല്ലാം തന്നെ ഇത് കാണും, ഇത് സത്യമാണോ അല്ലെങ്കിൽ കളവാണോ എന്നുള്ളൊരു കാര്യം. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഭയമായിരിക്കും പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് വഴി മാറി തരാൻ നേരം അവർ തിരിച്ച് ചോദ്യം ചോദിക്കും. അവർ വേണമെങ്കിൽ നോക്കേണ്ട ഒരു ചേസ് ചെയ്ത് മെഡിക്കൽ കോളേജ് വരെ വന്ന് നോക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരെ മുൻഘട്ടങ്ങളിലുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ പലതും സംഭവിച്ചിട്ട്. അപ്പൊ ഇനി ഇതുപോലുള്ള വാർത്തകൾ, അതായത് ഇതുപോലെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും ആംബുലൻസുമായിട്ട് സഹകരിക്കാത്ത സിറ്റുവേഷൻ വരും. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് വെറും 250 രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. പക്ഷെ ഇതൊരു ചെറിയൊരു നടപടിയാണ്. ഇങ്ങനെയല്ല വേണ്ടത്, കൃത്യമായിട്ടുള്ള ഇങ്ങനെയല്ല വേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് തന്നെ പറയുകയാണ്, ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, പിന്നെ വണ്ടിയുടെ പെർമിറ്റ് റദ്ദാക്കുക. ഈ വ്യക്തി ആരാണെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അറിയാമോ? ഇല്ല, അത് ഞാനിപ്പോ ഒരു യാത്രയിലാണ്. അതൊക്കെ പറഞ്ഞത് അത് കാരണം എനിക്ക് മറ്റു വിവരങ്ങളൊന്നും കിട്ടിയില്ല. ഞാനിപ്പം വണ്ടി നിർത്തി ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. അങ്ങനെ ഞാൻ ഉടനെ തന്നെ സെക്രട്ടറിയെ വിളിച്ചു, പ്രസിഡന്റിനെ വിളിച്ചു. അവരുടെ തീരുമാനം അപ്പോഴും തന്നെ പറഞ്ഞു, അങ്ങനെ കാണിക്കുന്നവരെ ഒരു കാരണവശാലും ഞങ്ങളുടെ അസോസിയേഷനിലെ മെമ്പർ ആണെങ്കിൽ തന്നെ ഒരു വിട്ടുവീഴ്ചയും കാണിക്കേണ്ട, ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും വണ്ടിയുടെ പെർമിറ്റ് റദ്ദാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.